കണ്ടോ നിങ്ങള്, ഫലസ്തീനു വേണ്ടി നമ്മൾ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന മുഴുവൻ ആളുകളും രോദനം കൊണ്ട് പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുന്ന സമയത്ത് ചില ആളുകളതാ ഇസ്രായേലിന് വേണ്ടി കൊടിവെക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ശിശുക്കളെ നിഷ്കരുണമായി കൊല ചെയ്യപ്പെട്ട സന്ദർഭമുണ്ട്. അപ്പോൾ പലരും ഞെട്ടിയില്ല. പശുവിന്റെ പേരിൽ കൂട്ടക്കൊല നടന്ന സന്ദർഭമുണ്ട്. പലരും ഞെട്ടിയില്ല. പള്ളികളിൽ കയറി പച്ചക്ക് ആലിമീങ്ങളെ കൊന്ന സന്ദർഭമുണ്ട്. അപ്പോഴും ഞെട്ടിയില്ല. നിരപരാധികളെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പച്ചക്ക് കത്തിച്ച സന്ദർഭങ്ങളുണ്ട്. പലരും ഞെട്ടിയില്ല. ഇസ്രായേൽ 4 പതിറ്റാണ്ടിലേറെ കാലമായി ഫലസ്തീനിന്റെ ഓമന മക്കളെ ബോംബിട്ട് കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട്. അപ്പോൾ പലരും ഞെട്ടിയില്ല. എന്നാൽ ഫലസ്തീനിൽ നിന്ന് ഏതാനും ബോംബുകൾ പോയിട്ട് ബിൽഡിങ്ങുകൾ തകർന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പലരും ഞെട്ടിയത്രേ. ഇത് എത്ര വിചിത്രമാണ്! ഇസ്രായേലിൽ നിരപരാധികളായ ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുമക്കളും പടഞ്ഞു മരിക്കാൻ ആരെങ്കിലും കാരണമായിട്ടുണ്ടെങ്കിൽ അത് അക്രമമാണ് എന്ന് പറയുന്നതിൽ നമുക്ക് പേടിയില്ല. ആ പ്രയോഗത്തിന് ദാരിദ്ര്യമില്ല. പക്ഷേ പിറന്ന മണ്ണിന് വേണ്ടി 4 പതിറ്റാണ്ടിലേറെ കാലമായി പടപൊരുതിയിട്ട് തോക്കുമായി വരുന്നവർക്ക് നേരെ കയ്യിൽ കിട്ടുന്ന ചരൽക്കല്ലുകൾ തക്ബീർ ചൊല്ലി എറിഞ്ഞുകൊണ്ട് പോരാടുന്ന മക്കളുടെ നിസ്സഹായാവസ്ഥ കാണാതെ പോകരുതേ, അറിയാതെ പോകരുതേ, ദ്വാരക്കാതെ മാറ്റരുതേ. അത് നമ്മുടെ കടമയാണ്. എന്നാൽ ഇന്നത്തെ കരച്ചിലുകൾ നാളത്തെ ചിരിയായി വരുന്നതാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ. അവിടെ ലുഹ എന്നതിന് ഇമാം റാസി റളിയല്ലാഹു തആല ഒരു തഫ്സീർ കൊടുക്കുന്നുണ്ട്. ലുഹ എന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ് സത്യം, വല്ലൈലി ദുഃഖം തന്നെയാണ് സത്യം. എന്നാൽ ഈ ദുഃഖം മടങ്ങിയിട്ട് സന്തോഷം തിരിച്ചു വരുന്നതാണ്. ഫലസ്തീനികളോട് നമുക്ക് പറയാനുള്ളത്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മർദ്ദന, തണ്ടന, താടന, പീഡനങ്ങൾക്ക് പാത്രീഭവിക്കുമ്പോ റബ്ബ് തആല മാറ്റിവെച്ചതാണെന്ന് കരുതണ്ട. പീഡിതരെ പടച്ചവൻ വെറുക്കൂല്ല, പീഡിതരെ അല്ലാഹു തിരസ്കരിക്കൂല്ല, പീഡിതരെ പടച്ചവൻ വെറുക്കുകയില്ല. പ്രഥമമായി ആയത്തിന്റെ സംബോധിതർ മുത്ത് മുഹമ്മദ് മുസ്തഫയാണെങ്കിലോ ഈ ആയത്തിന് ചെയ്യപ്പെട്ടതല്ല. അതുകൊണ്ട് പടച്ചവൻ ഏറ്റെടുക്കുന്ന ഒരു വിഭാഗമായി അവരും നമ്മളും എല്ലാവരും മാറണം. നമുക്കാരോടും പകയില്ല, നമുക്കാരോടും വിരോധമില്ല. നമ്മൾ മാനവികതയെ നെഞ്ചിലേറ്റിയവരാണ്. കാരണം ഖുർആൻ മറിച്ചാൽ ആദ്യമായി കാണുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ മുസ്ലിമീൻ എന്നല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുമാരനും കേളനും അബൂബക്കറിനും ജോസഫിനും ലക്ഷ്മിക്കും ജമീലക്കും അബ്ദുൽ ജലീലിനും എല്ലാവരെയും തർബിയത്ത് ചെയ്ത് തീറ്റിപ്പോറ്റുന്ന സർവശക്തനായ സർവജ്ഞനായ അല്ലാഹ് അവനാണ് അഖില സ്തോത്രവും എന്ന് പറഞ്ഞുകൊണ്ടാണ് പാവനമായ പവിത്ര ഉത്കൃഷ്ട ഗ്രന്ഥമായ ഖുർആന്റെ പ്രാരംഭമെങ്കിൽ ഒരു മുസ്ലിമിന് അയ്യപ്പനെ വെറുക്കാൻ കഴിയൂല, ജോസഫിനെ തള്ളാൻ കഴിയൂല, കുമാരനെ മാറ്റിവെക്കാൻ കഴിയൂല. മാനവികതയുടെ ലോകത്ത് എല്ലാവരും ഒരേ ആണിന്റെയും പെണ്ണിന്റെയും മക്കളാണ്.
എന്നാൽ വിശ്വാസികൾ മൊത്തമായി ഒരു ബിൽഡിങ്ങിൽ അടുക്കി വെച്ചിട്ടുള്ള ഇഷ്ടികകളെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ മാനവരാശിയുടെ റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അത് പറഞ്ഞിട്ട് വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എന്തിനാ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറഞ്ഞേ? നേരത്തെ പറഞ്ഞല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ ആലമീനിൽ മുഅ്മിനീങ്ങൾ പെടൂലേ? പിന്നെന്താ സ്പെഷ്യൽ പറഞ്ഞത്? അതന്നായിരിക്കണം നമ്മുടെ അവസ്ഥ. മാനവികത പരിഗണിച്ചുകൊണ്ട് എല്ലാവരും സ്നേഹത്തിന്റെ വിരുമാറിൽ മുത്തം കൊടുത്തും വാങ്ങിയും കഴിയേണ്ടവരാണ്. പക്ഷെ വിശ്വാസ രംഗത്ത് നമുക്ക് ധാർമ്മിക വികാരമുണ്ട്, അഭിനിവേശമുണ്ട്. അതൊന്നും മുനയൊടിച്ച് കളയാൻ ഒരു ക്രിസംഗികൾക്കും സാധ്യമല്ല. അള്ളാഹു ഫലസ്തീന്റെ മക്കൾക്ക് മോചനം പ്രദാനം ചെയ്യട്ടെ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണ് കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രത്യേകത? മഴയില്ലാത്ത സ്ഥലത്ത്, വരൾച്ച ബാധിച്ച സ്ഥലത്ത്, കാർമേഘത്തിന്റെ ചീള് കണ്ടിട്ട് മാസങ്ങളായ സ്ഥലത്ത്, ചുട്ടുപൊള്ളുന്ന തീഷ്ണമായ ഉഷ്ണമുള്ള സമയത്ത്, കൊട്ടം വെയിലിൽ നട്ടുച്ച സമയത്ത്, മഴയില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ആ മഹാമനീഷ് കണ്ണുകൾ ഉയർത്തിയിട്ട് ഇരു കരങ്ങളും പൊക്കിയിട്ട് യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്നങ്ങ് പറഞ്ഞാൽ സൂര്യൻ പ്രോജ്വലിച്ചുകൊണ്ട് അൾട്രാവയലറ്റ് രശ്മി തീത്തുപ്പം പോലെ പുറത്തേക്ക് തള്ളുന്ന സമയത്ത് ആ സ്ഥലങ്ങളിൽ കാർമേഘം കനീഭവിക്കുകയാ, ഇടിനാദം മുഴങ്ങുകയാ. നട്ടുച്ചയുടെ വെയിലത്ത്, കൊട്ടം വെയിലിൽ ഉഷ്ണം സഹിച്ചുകൊണ്ട് വേർത്തൊലിച്ചുകൊണ്ട് ആമീൻ പറഞ്ഞിരുന്നവര് തിരിച്ചു പോകുമ്പോ മഴ കൊണ്ടുകൊണ്ട് വേർത്തൊലിച്ചതിന് പകരം മഴയുടെ നനവ് കൊണ്ടും വെള്ളം കൊണ്ടോ ഓടുകയാണ്. കണ്ണിയത്ത് ഉസ്താദ് ഹൈറ്റുള്ള മനുഷ്യനാണോ? കണ്ണിയത്ത് ഉസ്താദ് വൈറ്റുള്ള മനുഷ്യനാണോ? കണ്ണിയത്ത് ഉസ്താദ് ഒരു മനുഷ്യന്റെ മുമ്പിൽ ശാരീരികമായ ആകാര സൗഷ്ഠവം കൊണ്ട് ആകർഷണമുള്ള മനുഷ്യനാണോ? അല്ല. ഹൈറ്റ് കുറവാണ്, വെയിറ്റ് കുറവാണ്, പക്ഷേ നെഞ്ചിന്റെ ഉള്ളു മൊഞ്ചാണ്, ഹൃദയത്തിന്റെ ഉള്ളിൽ കഴമ്പാണ്. വലഖദ് ബനൈതു ഫീ ജൗഫി ബിനി ആദമ ഖസ്റ വഫിൽ ഖസ്രി സദറൻ വഫിൽ സദരി ഖൽബൻ വഫിൽ ഖൽബി ഫുആദൻ വഫിൽ ഫുആദി ലുബ്ബൻ വഫിൽ ലുബ്ബി സിർറൻ വഫിൽ സിർരി അനാ. ഖുദ്സിയായ ഹദീസിൽ നബിയുനാ റസൂലുള്ളാഹി